ഹായ്. എത്തിയല്ലോ. സെയിൽസ് ഒക്കെ എങ്ങനെയുണ്ട്? തരക്കേടില്ല. ഡോസ് കുറവാണെന്ന് ഒരു കംപ്ലൈന്റ്. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഇത് പിടിച്ചോ, സൂപ്പർ ഐറ്റമാ. ആയാ മതി. ഹായ് ഡങ്കു. ഹായ്. കട ഇപ്പം നിറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം നിങ്ങളുടെ അനുഗ്രഹം. പിന്നെ ഒരു കാര്യം, ഉത്സവം വരികയാണ്, സാധനം കൂടുതൽ വേണം. അതൊക്കെ ഞാൻ ഏറ്റു. സാധനം മോശാക്കല്ലേ. ശരി ശരി, ശ്രദ്ധിക്കണേ. ഓ ശരി ഡങ്കു. ഇതങ്ങ് പിടിച്ചോ. ഉത്സവം കഴിഞ്ഞ് വേണം പുതിയ ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ. ഞാനും ഉണ്ട് കൂടെ. ഹായ് ചേട്ടാ. നമസ്കാരം. എന്താ ചേട്ടാ കാണണമെന്ന് പറഞ്ഞത്? നമ്മൾ രക്ഷപ്പെടാൻ പോവുക. ആ പയ്യന് ഒരു പെൺവേഷം കെട്ടിക്കണം. അതിന് അവൻ്റെ അമ്മ സമ്മതിക്കൂ? എൻ്റെ ആളല്ലേ, അവളെ സമ്മതിപ്പിക്കാം. ലക്ഷങ്ങൾ വിലയുള്ളതാ, സൂക്ഷിക്കണം. ഈ പദ്ധതി നാളെ തന്നെ നടപ്പാക്കണം. ശരി. ഇവിടെയാണല്ലോ ലൊക്കേഷൻ പറഞ്ഞത്. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അങ്കിൾ, എന്താ മോനെ? അയാളെന്റെ പിറകിലുണ്ട്. അവിടെങ്ങും അവനെ കാണുന്നില്ലല്ലോ മോനെ. എന്തിനാ ഓടിയേ? എന്താ മോനെ കാര്യം? അയാളെന്നെ കൊല്ലും. കൊല്ലുക? ആരാ മോനെ കൊല്ലുന്നേ? അത് 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 പിന്നെ അത് പിന്നെ വണ്ടി വന്നു. അത് പിന്നെ. സാറേ, ഞങ്ങൾ തിരിക്കട്ടെ. പോയിട്ടെ ആ ജീപ്പിനെ ഒന്ന് പറഞ്ഞു വിടണേ. നീ വേഗം വണ്ടി എടുക്ക. ശരി. ഇപ്പൊ പോയ കൈകൂടെ പിടിക്കാം. ഇന്ന് നമുക്ക് ചായർ തന്നെ. മോനിറങ്ങിക്കോ, സൂക്ഷിച്ച്. മോൻ പേടിക്കണ്ട. എത്തിയോ? എത്തി മേഡം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. അവരിപ്പോ പ്രതികളെയും കൊണ്ട് എത്തും. അപ്പോഴേക്കും ഞാൻ വരാം. മോളെ, ഞാൻ മോളല്ല, മോനാ. മോൻ എന്തിനാ ഈ വേഷം കിട്ടിയേ? അത് ഞാനും അമ്മയുമാണ് വീട്ടിലുള്ളത്. അച്ഛൻ വിദേശത്താണ്. ഞങ്ങളുടെ സന്തോഷമായ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വന്നു. എത്തിയല്ലോ പാർട്ടി. അമ്മേ, അയാൾ വേഗം നടക്ക. നിങ്ങൾ ഈ കുളം കണ്ടോ? ഇവിടെ പലപ്പോഴായി പലരും വീണ് മരിച്ചിട്ടുണ്ട്. അമ്മ, എനിക്ക് പേടിയാവുന്നു. എന്തിന്? അയാൾ എന്നെ കൊല്ലും. കൊല്ലുകയോ? ആര്? അയാളെ തന്നെ. അയാൾ ഞങ്ങളുടെ സ്കൂൾ പരിസരത്ത് വരുമായിരുന്നു. കുട്ടികൾ അത് കാണും. അതിലൊരുത്തനാ ഇന്നലെ. മോൻ ആരോടെങ്കിലും ഇത് പറഞ്ഞായിരുന്നോ? ഞാൻ സാറിനോട് പറഞ്ഞു.
ബാക്കിയൊക്കെ സാർ നോക്കിക്കോളാമെന്നാ പറഞ്ഞ. ശ്ശോ. മോനെ എണീക്ക്, അയാള് വരുന്നു. അകത്ത് പോയി ഫ്രോക്ക് ഇട്ടിട്ടാ, ഞാനൊന്ന് കാണട്ടെ. പിടിയടാ പിടിയടാ, പറയടി പിടിക്കാൻ. നാളെ നമുക്കൊരു വലിയ ബിസിനസ് ഉണ്ട്. നാളത്തെ ബിസിനസ് ഈ പൊതിയാണ്. ഈ പൊതി ഞാൻ പറയുന്ന സ്ഥലത്ത് തന്നെ എത്തണം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടം വിടാം. നിനക്കും മകനും വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക്. നീ കൂടി സഹകരിച്ചാൽ അവരൊക്കെ വലിയ ആളുകളാ. എടാ, നീന്റെ പണമെല്ലാം വാങ്ങിയിട്ട് കൊള്ളാം. നിന്റെ മകൻ സ്കൂളിൽ ചെന്നെല്ലാം പറഞ്ഞല്ലേ? ഞാൻ അറിഞ്ഞു. ഞാൻ നിന്നെ വിശ്വസിച്ചു. എന്നിട്ടിപ്പോ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിനെയും കുടുംബത്തെയും ചതിച്ച നീ, ഞാൻ നിന്റെ ആരാടി? എതിർക്കാനാണ് ഭാവമെങ്കിൽ ആ കുളത്തിലേക്ക് രണ്ടിനെ ഞാൻ നിക്കടിയോടെ. ഇങ്ങോട്ട് കയറി പാടാ പന്നപ്പൂ. പുതിയ ആരാടോ ഇത്? വെള്ളം ഒടിച്ച് വിഷയം ഉണ്ടാക്കിയാണ്. സാർ ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് പാടാ. ഓടോ ഉള്ളിൽ കുറച്ച് കഴിഞ്ഞ് നിന്റെ പരിപ്പി അളക്കാൻ വരുന്നുണ്ട്. ഇവൻ നമ്മളെ കൂട്ടത്തിലുള്ളവരാണോ? കണ്ടിട്ടില്ല. അങ്ങനെ സാധനമായിട്ട് ഉള്ളിൽ പോകുന്നു. കണ്ടു. വെയിറ്റ് നോക്കിയോ? എത്രയുണ്ട്? 250 ഗ്രാം ഉണ്ട്. വിപണി വില ഏകദേശം 13 ലക്ഷം രൂപ വരും. ആ, ഇവനാണ് രക്ഷകൻ. കുട്ടികളായ ഇങ്ങനെ വേണം. എനിക്കെന്റെ അമ്മയെ വേണം. അച്ഛൻ വരുമ്പോൾ അച്ഛൻ പറഞ്ഞാൽ പിന്നെ നാട്ടിൽ വരില്ല. ഞാൻ കാരണം എൻ്റെ അമ്മയെ നഷ്ടമാകും. മോൻ പേടിക്കണ്ട. മോന് അച്ഛനും ഉണ്ടാവും അമ്മയും ഉണ്ടാവും. അവരെത്തുമ്പോ ഞങ്ങളവരെ പേടിപ്പിക്കും കേട്ടോ. നിന്റെ കള്ളക്കരച്ചിൽ ഞാനിത് തീർത്തു തരാം. നീ ഇതൊക്കെ ചെയ്യുമ്പോ ഓർക്കണായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങണേ, ഇറങ്ങണേ ഇങ്ങോട്ട്. ഇവനെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങടാ. സാബു ഓടാ അങ്ങോട്ട്. എത്ര രൂപയുടെ നീ അവന് കൊടുത്തത് പറയണേ. കേടാ നീ. ഇങ്ങോട്ട് നീങ്ങില്ലടി. ഇവന്റെ പേരറിയാവോ? സുബി. പേരോടാ തെണ്ടി. പേരോടാ പുല്ലേ. ഷാഹുൽ. ഷാഹുൽ. ഇരിക്കണ തണ്ടി അവിടെ. മോനെ, ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? എക്സൈസ് സാറന്മാര്. ഇവരെ രണ്ടുപേരും പിടിച്ച് സെല്ലിലിട്ടാരെ. സാറ്, ഞാനും എൻ്റെ അമ്മയെ അറിയാതെ വിട്ടുപോയതാ. ഞാൻ കാരണം എൻ്റെ അമ്മയെ ശിക്ഷിക്കരുത്. ഞങ്ങളെ രക്ഷിക്കണം സാർ. സാറ്, ഞങ്ങളെ രക്ഷിക്കണം. അറിയാതെ പെട്ടുപോയതാ. ഇവരെ രണ്ടുപേരും വീട്ടിൽ വിട്ടേരെ.
വീട്ടിൽ പോകില്ല. കൊട്ടാരം മുറ്റത്തു കഞ്ചാവു നട്ടു. സലീമ സർ ഓക്കെ. ശരി പോകാം. എന്റെ കയ്യിൽ കഞ്ചാവുണ്ടേ. ഇവനുള്ള പണി ഞാൻ കൊടുക്കും. വാടാ നടക്കടാ അങ്ങോട്ട്. ഇവന്റെ ഒരു കഞ്ചാവ് കേടാ അങ്ങോട്ട്. കൊട്ടാരം മുറ്റത്ത് കഞ്ചാവു നട്ടു, രാവണൻ പണ്ടതു നട്ടു നനച്ചു. ആരോമലിനെ പോലെയുള്ള കുട്ടികളാണ് ഈ സമൂഹത്തിന് ആവശ്യം. കുട്ടികൾ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരായി വളരട്ടെ. ജീവിതമാണ് ലഹരി. ലഹരി വിമുക്ത യുവത്വങ്ങൾക്കായി സമർപ്പിക്കുന്നു. സേ നോ ടു ഡ്രഗ്സ്.